ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടായ യൂജൻ ആൻഡ് വാബി സാബിയാണ് നോക്കാൻ പോകുന്നത്. സോ യൂജൻ എന്ന് വെച്ചാൽ മിഡീവൽ ജപ്പാനിലുണ്ടായിരുന്ന ഒരു ജാപ്പനീസ് ഈസ്തറ്റിക് ഐഡിയ ആണ്. ഇതെന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബ്യൂട്ടി ആണ് യൂജൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ ബ്യൂട്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങളിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ബ്യൂട്ടി നമ്മൾ സജസ്റ്റ് ചെയ്യണം. ഇത് നോ തിയേറ്ററിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതിന് പകരം ആക്ടേഴ്സ് ഇവിടെ സൈലൻസും പോസസും ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സും ഒക്കെ കാണിച്ചുകൊണ്ട് വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാസ്റ്റർ ബാഷോൻ്റെ ഒരു ചെറിയ ഹൈക്കു പോയട്രി. അപ്പോൾ അതിൽ അദ്ദേഹം നേച്ചറിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലൈൻസ് വളരെ ഡീപ്പ് ഫീലിങ്സ്, അതായത് ലോൺലിനെസ്സിനെ കുറിച്ചിട്ടും സാഡ്നെസ്സിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഡീപ്പ് ഫീലിങ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാത്തിനെയും അതേപോലെ എടുത്ത് കാണിക്കാതെ ഇടയിലൂടെ ഇമോഷൻസിനെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നതിനാണ് യൂജൻ എന്ന തിയറി ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ യൂജൻ ഇസ് ഓൾ അബൌട്ട് മിസ്റ്ററി, ഡെപ്ത് ആൻഡ് ബ്യൂട്ടി ഇൻ വാട്ട് ഈസ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് അൺസെഡ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ പറയാത്തതായിട്ട് എന്ത് കാര്യമാണുള്ളത്, അതാണ് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആവുന്നത്. വാബി സാബി. വാബി സാബി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയുടെ വേറൊരു ടൈപ്പ് ജാപ്പനീസ് ഐഡിയ ആണ്. ഇതെന്ന് വെച്ചാൽ ഫൈൻഡിങ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ ആൻഡ് സിംപ്ലിസിറ്റി. ഇംപെർഫെക്ഷനിലും എന്ത് കാര്യമാണ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത്, ഇതിൽ ബ്യൂട്ടി കണ്ടെത്തുക എന്നുള്ളതാണ് വാബി സാബി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സെൻ ബുദ്ധിസത്തിൽ ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് ബ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള തിങ്സിൽ മാത്രമല്ല, പക്ഷേ ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള ക്രാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള നാച്ചുറൽ ഒബ്ജക്ട്സിലൊക്കെ ഇവയിലെല്ലാം ബ്യൂട്ടി ഉണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്രാക്ഡ് ടീ കപ്പ്, ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഷോസ് ഏജ് ആൻഡ് ഹിസ്റ്ററി. ഒരു ക്രാക്ഡ് ടീ കപ്പ് പോലും വളരെ ബ്യൂട്ടിഫുൾ ആണ്, കാരണം അതിൽ പോലും ഏജും ഹിസ്റ്ററിയും കാണിക്കുന്നുണ്ട്. So Wabi Sabi is about imperfection, simplicity and accepting change and time. So ഇവയൊക്കെയാണ് യൂജൻ ആൻഡ് വാബി സാബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.